ഹായ് ഓൾ, ഇന്നലെ നമ്മൾ വരച്ച ലെവലുകളൊക്കെ മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്തു നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ പറഞ്ഞ ലെവൽ വെച്ച് 25,428 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 430, 428 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഒക്കെ ഇന്നത്തെ ചാർട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് കുറച്ച് നേരം അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നെ വീണ്ടും താഴേക്കിൻ്റെ മാർക്കറ്റ് വന്നു. ആ സമയത്ത് ഞാൻ ഒരു പി ബൈ ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പൊതുവെ ലോട്ട് സൈസ് കുറവായിരുന്നു, കാരണം എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഞാൻ ചെറിയ ലോട്ട് സൈസിൽ ചെയ്യാറുള്ള ട്രേഡ്. അതുകൊണ്ട് പ്രോഫിറ്റും കുറച്ച് കുറവായിരുന്നു. സാധാരണ ലഭിക്കുന്നതിനേക്കാളും കുറച്ച് കുറവാണ് ലഭിച്ചത്. പിന്നെ വെച്ചെങ്കിൽ നമുക്ക് ഞാൻ രാവിലെ തന്നെ ഞാൻ ഒരു ട്രേഡിൻ്റെ ഒരു അനാലിസിസ് ഇട്ടിരുന്നു. അതായത് ഓപ്ഷൻ എത്ര സെല്ല്, അതായത് കോൾ ഓപ്ഷൻ എത്ര സെല്ലുണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, പുട്ട് ഓപ്ഷൻ എത്ര സെല്ലേഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഡാറ്റ ഞാൻ രാവിലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അത് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ട് മാർക്കറ്റിൽ നിന്ന് ഡൗൺ സൈഡിലേക്കാണ് എന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഡൗൺ സൈഡിലേക്ക് ആ ട്രേഡ് കോൺഫിഡൻസോടുകൂടി എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എടുത്തവർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ലെവലുകളൊന്ന് നോക്കാം. നാളെ പ്രധാനമായിട്ടൊരു 4 ലെവലാണ് ഞാൻ നോക്കുന്നത്. ഒന്ന് 25,330, 25,330, 25,300 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് പോയി ട്രേഡ് എടുക്കാവുന്നതാണ്. പിന്നെ 25,430, 25,430 ആ റേഞ്ചിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് പോയി ട്രേഡ് എടുക്കാം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 25,430 മുതൽ 25,330, 300 ആ റേഞ്ചിനുള്ള മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ, അതായത് സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം, ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രം ട്രേഡ് എടുക്കുന്നത് നല്ലത്. ഗ്രൂപ്പിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ആ സമയത്ത് ഞാൻ മെസ്സേജ് ഇട്ട് തരാം. പിന്നെ അപ്പ് സൈഡിലേക്ക് റെസിസ്റ്റൻസ് വരുന്നത് 25,550, 25,550 ഒരു റെസിസ്റ്റൻസ് വരാനുള്ളത് നിഫ്റ്റിക്ക്. അത്ര ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ അവിടുന്ന് നമുക്ക് താഴത്തേക്ക് പോയി ട്രേഡ് എടുക്കാം. ഡൗൺ സൈഡിലേക്ക് 25,250, 200 ആ റേഞ്ചിലാണ് നമുക്കൊരു സപ്പോർട്ട് വരുന്നത്. അത്രയും ഗ്യാപ്പ് ഡൗണിലാണ് നിഫ്റ്റി ഓപ്പൺ ആവുന്നെങ്കിൽ മുകളിലേക്ക് ട്രേഡ് എടുക്കാം. അല്ല, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ 25,330 താഴത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ അത് 25,330 ടച്ച് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കണം. ഒരു കൺഫർമേഷൻ കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യണം നമ്മളൊന്ന്, എന്നിട്ട് മാത്രമേ ട്രേഡ് എടുക്കണം. അതേപോലെ ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 25,430 മുകളിൽ ചെറുതായി ഗ്യാപ്പ് അപ്പ് ആയിട്ട് അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴേക്ക് വന്ന് പിന്നെ അപ്പ് സൈഡിലേക്ക് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ താഴേക്ക് തന്നെ വരാൻ ഒരു ഇതുണ്ട്, ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനുള്ളിലേക്ക് തന്നെ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് അപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ട്രേഡ് എടുക്കുന്ന സമയത്ത്. നാളെ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചാർട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ലെവലുകൾ താഴെ കൊടുക്കാം. ബാക്കി എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ട് ഞാൻ നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.